വേറൊരു കാര്യം, ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്, ഓഗസ്റ്റിൽ വരുന്നതാണ് പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് എന്താ പറയുള്ളൂ? അറിയോ ആരെങ്കിലും പോണത് ആരാന്ന് അറിയോ? എല്ലാവർക്കും എന്താ പറയുക, വാഴ്ത്തുക്കൾ എന്ന് പറയാം, തമിഴിൽ പറയണ പോലെ. അങ്ങനെ കുറച്ച് ബാക്കിംഗ് ബാരിയർ അത് കിട്ടിയത് അവരതിന് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാനാണ്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് അതിൽ നിൽക്കാൻ പറ്റും, ജെന്യുവനായിട്ട് നിൽക്കുക. നിർദ്ദേശം കൊടുക്കാനുണ്ടോ? അത്രയുള്ള നിർദ്ദേശം നമ്മളായിട്ട് നിൽക്കാം. ബിഗ് ബോസിൽ പോയിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക, ആ ഒരു 50 lakhs വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫേക്ക് ആയിട്ട് നിന്നാൽ ആ 100 ദിവസം എല്ലാം പുറത്തിറങ്ങുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് എല്ലാവരും ഓർക്കും. എല്ലാവരും ചിന്തിക്കുക അവിടെയാണ് ജീവിതം, അവിടെ മാക്സിമം നിൽക്കുക. അതല്ല. സോ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ആസ് എ സ്റ്റാർ എങ്കിൽ. അപ്പോൾ എല്ലാവരും ജെന്യുവനായിട്ട് നിൽക്കാൻ പറ്റട്ടെ. ഇത് പുറത്ത് കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഈ ബിഗ് ബോസ് ഷോയ്ക്ക് പണ്ടത്തെ പോലെ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാവരും കാണുന്നില്ലേ, ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണുന്നുണ്ട്. ഋതുവിന് പേഴ്സണലി തോന്നുന്നില്ലേ ഒരു ഇന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റന്റ് വന്ന ഒരു ഓളം സൃഷ്ടിക്കുക അങ്ങനെ തോന്നുന്ന? ഞാനൊരു ആക്ടറെയാണ് എപ്പോഴും പറയാത്ത ധ്യാൻ ചേട്ടനാണ്. ഞാൻ സിനിമ ബിഗ് ബോസിൽ വരണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് സൂപ്പർ സിന്ധിക്കിൻ്റെ ടൈമിൽ ചേട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഈസ് എ വെരി ജെനുവിൻ പേഴ്സൺ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ അതിനെ ഒന്ന് എംബ്രേസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ആ രീതിയിലുള്ള ഒരു നടന്മാരോ ആ രീതിയിലുള്ള വാല്യുള്ള നടന്മാരോ ബിഗ് ബോസിൽ വരാറില്ലല്ലോ. അതെനിക്കറിയില്ല, അത് ഏഷ്യാനെറ്റിന്റെ ടേക്കാണ്. ഓക്കെ, ഇപ്പൊ ചേട്ടന് മീഡിയ ചെയ്താ അല്ല, ഇപ്പോൾ പലരും പറയും തൊപ്പി വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്, രാഹുൽ ഈശ്വര് വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ മൈത്രേയം വന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ മൈത്രേയം തൊപ്പിയൊക്കെ വന്നാൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, ഞാൻ അധികം അതിനെ ഫോളോ ചെയ്യാത്ത. മൈത്രേയൻ സാറിനെ അറിയാം, കനീനെ അറിയുന്നത് കൊണ്ട് കനീയുടെ ഫാദറാണ്. ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സാറാണ്. എല്ലാവരും വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഫിൽറ്ററൊക്കെ ചെയ്ത് നല്ല ഷോർട്സ് ഒക്കെ ഇടണം കേട്ടോ.